ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാനെപ്പോഴും മറ്റുള്ളവരുടെ നല്ല ക്വാളിറ്റീസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്ക് അവരുടെ ആ ഒരു ക്വാളിറ്റീസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. അതിൽ ചിലവരുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വലിയൊരു ടാലൻ്റാണ് സ്മാർട്ടായിരിക്കുക എന്നുള്ളത്. അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അവർ തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണേ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ചിലരെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ ഞാൻ ചില ബുക്കുകളിൽ നിന്ന് വായിച്ചിട്ടുള്ള ടിപ്സിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കില്ല. അവരൊരിക്കലും അവരെക്കുറിച്ച് എന്താണ് മറ്റുള്ളവർ പറയുന്നത് ആലോചിച്ച് വിഷമിക്കാറുമില്ല. ചിലപ്പോൾ എനിക്കും അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടാവാറില്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ ചിന്തിക്കും, അയ്യോ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് ആലോചിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ധൈര്യക്കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയോ, നമ്മുടെ എനർജിയും അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സും കൂടാനായിട്ട് കാരണമാവും. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ടുള്ള പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ നേരായ വഴി കൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുന്ന കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങളിൽ നമ്മൾ സ്മാർട്ട് ആവുന്നത്. ചില സമയത്ത് 18 വയസ്സാകുമ്പോഴേക്കും ചിലർ നല്ല സ്മാർട്ടായിട്ടുള്ള വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ടാവും. ചില സമയത്ത് ഒരു 50 വയസ്സായിട്ടാവും നമുക്ക് തിരിച്ചറിവ് വരിക, ഞാൻ ഇത്തിരി സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. നമുക്ക് ഏതൊരു പ്രായമായാലും ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് കുറച്ചുകൂടി സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ആ ദിവസം തന്നെ നമുക്ക് ആരംഭിക്കാം. അതിന് ഞാൻ ഇത്രയും വയസ്സായി പോയല്ലോ, ഇനി എൻ്റെ ലൈഫ് ഇത്രയല്ലേ ഉള്ളൂ, ഇനി ഞാനിപ്പോൾ സ്മാർട്ടായിട്ട് എന്ത് കാര്യം എന്ന് ആലോചിക്കല്ല വേണ്ടത്. നമ്മളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 22-23 വയസ്സായപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടി പക്വത വേണമെന്ന് എനിക്ക് തോന്നിയതും ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്നിൽ വരുത്താൻ സ്റ്റാർട്ട് ചെയ്തതും. മൂന്നാമതായിട്ട്, എന്താണ് സ്മാർട്ട്നെസ്? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിപ്പുള്ളവരോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടോപ്പറായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവരോ ഒക്കെയാണോ സ്മാർട്ട് എന്ന് പറയാം? നമ്മൾ IQ ലെവലിൽ നോക്കുമ്പോൾ അവർ സ്മാർട്ടാണെന്ന് പറയാം, അതായത് പഠനത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവർ സ്മാർട്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാൻ പലപ്പോഴും ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, ക്ലാസ്സിൽ ചിലപ്പോൾ ടോപ്പേഴ്സ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ ഒരുപാട് പഠിപ്പും അറിവൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷേ ലൈഫിലെടുക്കുന്ന ചില ഡിസിഷൻസിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അവരുടെ ലൈഫ് അവർ വിചാരിച്ചൊരു സന്തോഷത്തിലേക്ക് എത്താത്തവർ. എന്നാൽ അധികം പഠിപ്പോ അറിവോ അല്ലെങ്കിൽ അങ്ങനെ അധികം ഇല്ലാത്തവർ പോലും ലൈഫിൻ്റെ സന്തോഷം എന്താണെന്ന് അവർ സ്മാർട്ടായിട്ട് കണ്ടുപിടിക്കുകയും അതനുസരിച്ച് ജീവിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾ പലപ്പോഴും അമിതമായിട്ട് സംസാരിക്കുകയെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവർ കൂടുതലും ആവശ്യമുള്ള കാര്യത്തിന് സംസാരിക്കും, അനാവശ്യമായ കാര്യങ്ങളിൽ അവർ സൈലൻ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും പരമാവധി ആലോചിച്ചിട്ടായിരിക്കും എടുക്കുക. ഇനി എന്തെങ്കിലും തീരുമാനം എടുത്ത് തെറ്റുപറ്റിപ്പോയാലും അതിൽ ഓവർ സ്ട്രെസ് അടിക്കാറുമില്ല. സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയിലാണ് അടങ്ങിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ എത്രത്തോളം സിമ്പിളായിരിക്കുന്നു അത്രത്തോളം സ്മാർട്ടായിരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സ്മാർട്ടായിട്ടുള്ളവർ എപ്പോഴും ക്ലിയർ ആയിട്ടും വളരെ കുറച്ച് വേർഡ്സിൽ അവർക്ക് പറയാനുള്ളത് പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയും. അല്ലാതെ കുറേ വേർഡ്സ് ഉപയോഗിച്ച് കുറേ ബുദ്ധിജീവികളുടെ പോലെ സംസാരിക്കണമെന്നില്ല നമ്മൾ സ്മാർട്ട്നെസ് കാണിക്കണം കേട്ടോ. എപ്പോഴും നമ്മളൊരാളുടെ ഉള്ളിലേക്ക് തട്ടുന്ന പോലെ സംസാരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിലാണ് സ്മാർട്ട്നെസ് അടങ്ങിയിരിക്കുന്നത്. സ്മാർട്ടായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അവർ സംസാരിക്കുന്നതിലും കൂടുതലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് അവർക്കൊരു മനസ്സുണ്ടായിരിക്കും. പല സമയത്ത് ഇപ്പോൾ അത് വളരെയധികം കുറവാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന വ്യക്തികൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പലപ്പോഴും മറ്റുള്ളവരെ കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റോട് ഞാൻ കൂടുതൽ അതങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ കേൾക്കാൻ മനസ്സുള്ള വ്യക്തികൾ അതുകൊണ്ട് എനിക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. എങ്ങനെയാണ് ഇവർ മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടുകൂടി കേട്ട് ഗ്രഹിച്ച് അതിന് ശേഷമാണ് അവർ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു വലിയ ക്വാളിറ്റിയാണ്. സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ്. ആറാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഓവർ സ്മാർട്ട് ആവാതിരിക്കുക എന്നുള്ളതാണ്. സ്മാർട്ട്നെസ് വേണം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. ചിലവർ നമ്മൾ കാണാറുണ്ടാവും, അതായത് ചിലവരോട് സംസാരിക്കുമ്പോൾ ഒക്കെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര അഹങ്കാരത്തോടു കൂടി ഭയങ്കര ഓവർ സ്മാർട്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ആ തുടക്കത്തിലൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഈ വ്യക്തി എന്ത് സ്മാർട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളൊരു വ്യക്തിനെ വാല്യൂ ചെയ്യാതെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി പറയുമ്പോൾ അവരെല്ലാവരും മനസ്സിലും താഴ്ന്നു പോവാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കും. അത് നമ്മൾ കുറേ പറഞ്ഞ് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അഹങ്കരിക്കേണ്ട കാര്യമില്ല. നമ്മളെക്കാട്ടും താഴ്ന്ന വ്യക്തികളിൽ നിന്നും നമ്മളെക്കാട്ടും ഉയർന്ന വ്യക്തികളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും അവരുടെ കഴിവുകളോ അല്ലെങ്കിൽ അവരുടെ ചെയ്ത കാര്യങ്ങളോ അങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കണ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അത് തനിയെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും, ഓ ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട്നെസ് ഗ്രാജുവലി അതെല്ലാവരിലേക്ക് എത്തും. നമുക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് എന്തായാലും വരും. അത് നമ്മൾ പറയുന്നതിലും നല്ലത് മറ്റുള്ളവർ അറിഞ്ഞ് അവർ പറയുന്നതിലാണ്.
ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങാനുണ്ടായ ഒരു റീസണും അത് ഇത്രത്തോളം ആളുകളിലേക്ക് എത്തിയതും ഇങ്ങനെ ഒരു കാര്യം ഞാനത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഹോം ക്ലീനിങ് ആൻഡ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കുറേ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ ഓരോ കണ്ടൻറ്റുകൾ ഓരോ ദിവസം ഓരോ ക്ലീനിങ് ടാസ്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ അത് ചെയ്തിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് പേര് അതിൽ പറഞ്ഞു, യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, കുറേ കൂടി കണ്ടൻറ്റായിട്ട് കുറച്ച് അധികമൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഈ കാര്യം പറയുകയും ചേട്ടൻ പറഞ്ഞു, നീ സ്റ്റാർട്ട് ചെയ്യ്, നിനക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ, സംസാരിക്കാനൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് ഫേസൊന്നും കാണിച്ചിരുന്നില്ല. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരു 50 പേരാണ് എൻ്റെ ചാനലിലെ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ്. പിന്നെ അതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാവരും വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനോട് പറഞ്ഞ കാര്യമാണ്, അപ്പോൾ വീഡിയോസ് നീ പോസ്റ്റ് ചെയ്യ്, നിൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും അത് അന്വേഷിച്ച് എവിടെ നിന്നായാലും വരും. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണം, ഒരു ബിസിനസ്സും ഇതുപോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആരും അത് അന്വേഷിച്ച് വരും. അത് എല്ലാവരും പറഞ്ഞ് അറിഞ്ഞ് വരും. അതുകൊണ്ട് നമ്മളായിട്ട് കുറേ കിടന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ്സിനോട് ഫ്രണ്ട്സിനോട് ആരോടും തന്നെ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം പോലും പറഞ്ഞില്ല. ഞാൻ എൻ്റെ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഈ മിനിറ്റ് വരെ വന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീഡിയോ കണ്ട് വന്നവരാണ്. ഒരാളോട് പോലും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാറില്ല. ചിലവരൊക്കെ ഇങ്ങനെ അപ്പോഴാവും അറിയാം, നീ ചാനൽ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം അത്രയും പോലും ഞാൻ ആരോടും എൻ്റെ ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. ഫേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ ആരാണ് ഞാനെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഫേസ് കാണിച്ചത് ഞാൻ. അപ്പോൾ പിന്നെ കുറേ പേര് എൻ്റെ റിലേറ്റീവ്സൊക്കെ അറിഞ്ഞു ചാനലുണ്ടോയെന്ന്. അത്രയും പോലും പറയേണ്ടി വന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സമയമെടുത്തിട്ടായാലും നമുക്കുള്ള റെക്കഗ്നിഷൻ വരും. ആ സമയത്ത് നമ്മളെല്ലാവരും അംഗീകരിക്കും, അവർ നമ്മളെക്കുറിച്ച് പറയും. അതുവരെ ചിലപ്പോൾ എല്ലാവരോടും നമ്മൾ പറയാത്തതുകൊണ്ട് ആരും പെട്ടെന്ന് അറിഞ്ഞു എന്നൊന്നും വരില്ല. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടമ്മയാണെന്നാണ് പറയാറുള്ളായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഇത് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഗ്രാജുവലി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അറിഞ്ഞു, നീ യൂട്യൂബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ കിട്ടിയൊരു സന്തോഷം ഭയങ്കര വലുതാണ്. നമ്മൾ സിനിമയിലൊക്കെ അവസാനം റിവീൽ ചെയ്യില്ലേ, ഇയാളായിരുന്നോ ഹീറോ എന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫിലെ ഹീറോ നമ്മളാണെന്ന് വരുന്നൊരു ഫീല്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ഓവറായിട്ട് ആരോടും കിടന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടേണ്ട റെക്കഗ്നിഷൻ ഗ്രാജുവലി സമയം എടുത്തിട്ടായാലും വരും. അത് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ എൻ്റെ ചാനലിൽ വന്ന സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ഇപ്പോഴും കാണുന്നുണ്ട്. കുറേ പേരൊക്കെ വിട്ടിട്ട് പോയി. എന്നെ ഇപ്പോഴും കണ്ടിന്യൂസ് കാണുന്നവരുണ്ട്. ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നു. കാരണം കുറച്ച് പേരുള്ളെങ്കിൽ പോലും അവർ നമ്മുടെ വീഡിയോ കാണാൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പോളിസി നിങ്ങളുടെ ലൈഫിലുള്ള ഏത് മേഖലയിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും നീറ്റ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു വീട്ടമ്മയായാലും ജോലിക്ക് പോകുന്നവരായാലും നമ്മൾ എങ്ങനെ വീട്ടിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകും. അത് വിചാരിച്ച് കുറേ മേക്കപ്പ് ഇടണം അതൊന്നല്ല. അത് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് അത് യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേക കോൺഫിഡൻസ് ആണ്. നമ്മളെ തന്നെ വാല്യൂ ചെയ്യണതിന് തുല്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, എത്ര വയസ്സ് കഴിഞ്ഞാലും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നടക്കുമ്പോൾ നമ്മളെപ്പോഴും ചെറുപ്പമായിട്ടുള്ളൊരു ഫീല് അല്ലെങ്കിൽ എനർജി നമുക്ക് കിട്ടും. എന്നും നമ്മളിലുള്ള ആ ഒരു ശ്രദ്ധ കുറയുന്നു, അന്ന് നമ്മുടെ മൈൻഡ് ഡള്ളാവാനും നമ്മുടെ സ്മാർട്ട്നെസ് കുറയാനും തുടങ്ങും. സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഓടിച്ചാടി പെട്ടെന്ന് അങ്ങോട്ട് എടുക്കില്ല. ചില തീരുമാനങ്ങൾ നമ്മൾ എമർജൻസിക്ക് എടുക്കുന്ന സമയത്ത് എടുക്കും, അതല്ല ഞാൻ പറയണേ. ചില കാര്യങ്ങൾ അവർ എടുക്കുന്നതിന് മുൻപ് 2 വട്ടം ആലോചിച്ചിട്ട് മാത്രമാണ് ആ തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പോൾ ആലോചിച്ച് തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ടും ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് തീരുമാനം എടുക്കുക. ചിലത് നമ്മുടെ മനസ്സിന് അത്ര തൃപ്തി തോന്നുന്നില്ലെങ്കിൽ നമ്മൾ ആ തീരുമാനം എടുക്കില്ല. അപ്പം അങ്ങനത്തെ രീതിയിൽ ആലോചിച്ചുകൊണ്ട് തീരുമാനം എടുക്കുക. മറ്റുള്ളവരൊരു പ്രഷറും ഇതും തന്നിട്ട് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ അങ്ങനെയായിരുന്നു. മറ്റുള്ളവർ തരുന്ന പ്രഷർ കൊണ്ട് ഞാൻ എനിക്കിഷ്ടമില്ലാത്ത കാര്യമായാലും ഓക്കെ പറയും വേഗം. അങ്ങനെയല്ല, നമ്മുടെ മൈൻഡിൽ എന്താ തോന്നണേന്നുള്ള അനുസരിച്ച് തീരുമാനം എടുക്കുക. പ്രായം കൂടുന്തോറുമാണ് ആ ഒരു തീരുമാനങ്ങൾക്കുള്ള ധൈര്യം പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 10ാമതായിട്ട്, ചില പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. ഷെയർ ചെയ്യുമ്പോൾ നിനക്ക് നല്ല വിശ്വാസമുള്ള ഒരാളോട് മാത്രം അത് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും നമ്മുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം തരണമെന്നില്ല. ചിലവരത് കേട്ട് സന്തോഷിക്കാനായിട്ടിരിക്കുന്നവരോ. അപ്പം അങ്ങനെയുള്ളവരോട് പറയുന്നതിൽ നല്ലത് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഉറപ്പുള്ള അങ്ങനെയുള്ള വ്യക്തികൾ വളരെ കുറവായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള അത്രയും ക്ലോസ് ആയിട്ടുള്ളവരോട് മാത്രമാണ് പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ തീരുമാനങ്ങൾ നമ്മൾ തന്നെ സ്വയം എടുത്ത് തീരുമാനിക്കുക. കാരണം ചിലർക്കൊക്കെ ഇങ്ങനെ പലരോടും ചോദിച്ച് അഭിപ്രായം കിട്ടിയാലാണ് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം ചെയ്യാൻ. പക്ഷേ അങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ചാൽ
പറയുന്ന ആളുകളൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് ഉറപ്പില്ല. പലപ്പോഴും നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മളെ ചതിക്കുക. അപ്പോൾ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത്രയും അത്യാവശ്യമുള്ളതാണെങ്കിൽ മാത്രം നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും എല്ലാത്തിനും യെസ് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നോ പറയാനുള്ള ധൈര്യം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണിത്, നോ പറയാന്നുള്ളത്. പലപ്പോഴും നമുക്ക് സ്ട്രെസ്സും ക്ഷീണവും അല്ലാതും ആണെങ്കിൽ പോലും, നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും ചിലരൊക്കെ ഇല്ലേ, എന്തെങ്കിലും കാര്യം ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ചെയ്യാം, നോക്കാം എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കൊരു പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നോ പറയാനായിട്ട് പഠിക്കണം. ചിലപ്പോൾ ആ അപ്പുറത്തെ സൈഡിലുള്ള വ്യക്തിക്ക് ആ സമയത്ത് കുറച്ച് വിഷമം വരുമായിരിക്കാം. പക്ഷെ നമ്മളിത് കുറേ ഇങ്ങനെ യെസ് പറഞ്ഞ് ലാസ്റ്റ് എന്താ പറ്റാന്നറിയോ, നമ്മളൊരു മൊമെൻറ്റിൽ നമ്മൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ നേരത്തെ ആ വ്യക്തി അറിയാം, അയ്യോ ഇയാൾക്ക് ഇത് സ്ട്രെസ് ആയിരുന്നാ, ഞാൻ അറിഞ്ഞില്ല. ചിലവർക്ക് അറിയാം നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന്, എന്നാൽ പോലും അവരതങ്ങനെ വന്ന് പറഞ്ഞു നോക്കും. ലാസ്റ്റ് നമ്മൾ പറയുമ്പോൾ എന്തുണ്ടാവും, ആ ഒരു വ്യക്തിയായിട്ട് പിന്നെ അവസാനം വഴക്കാവേണ്ട ഒരു നിലയിലേക്ക് എത്തും. അപ്പോൾ അത്രത്തോളം എത്തുന്നതിൽ നല്ലത് ആദ്യമേ തന്നെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ പറയുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഇതുപോലെ അവരെ വിഷമിപ്പിക്കേണ്ട യെസ് പറഞ്ഞ് അവസാനം ഒരു നോ പറയുന്നതോടുകൂടി അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ദേഷ്യമാവും നമ്മളോട്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ളവർ കൂടുതൽ പ്രശ്നങ്ങളാവാതിരിക്കാൻ ആദ്യമേ തന്നെ പറ്റാത്ത കാര്യങ്ങൾ നോ പറയുക. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ അവനവനെ മറന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പലരും ഭയങ്കര കണ്ണിങ്ങാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാം നന്നായി ചെയ്യുന്ന വ്യക്തികളെ പറ്റിക്കാൻ 100 ആൾ ഇന്നത്തെ ലോകത്തുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി, കാരണം മറ്റുള്ളവർക്ക് നമ്മളൊരു ചവിട്ടുപടി മാത്രമാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ. നമ്മളവരെ അതിൻ്റെ ഒപ്പത്തിന് അങ്ങോട്ടൊന്നും നമ്മളെ എത്തിക്കാൻ അവർ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 12ാമത്തെ ടിപ്പ്, ഓരോ ദിവസം പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ട് സ്മാർട്ടായിട്ട് വ്യക്തികൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു ദിവസം എന്താ പറയുക, നമ്മൾ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും കുക്കിങ്ങിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ലുകളായാലും പുതിയതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഓരോ സമയത്തും വ്യത്യസ്തമായ ടോപ്പിക്കുകൾ എങ്ങനെ വീഡിയോയിൽ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ കണ്ടിട്ട് ക്ലീനിങ്, ഓർഗനൈസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വീട്ടമ്മമാർക്ക് ഹെൽപ്ഫുള്ളായ ടിപ്സ്, അല്ലെങ്കിൽ അമ്മമാർക്ക് ഹെൽപ്ഫുള്ളായത് സ്റ്റുഡൻസിന്, അങ്ങനത്തെയൊക്കെയാണ്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ അതിൽ വെറൈറ്റീസ് ഇല്ല. എന്നാലും എനിക്ക് പരമാവധി കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പുതിയ ടോപ്പിക്സ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അടുപ്പിച്ച് ഒരേപോലത്തെ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നാറില്ല. പക്ഷേ ചില സമയത്ത് നമുക്കൊന്നും കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ അങ്ങനത്തെ ചെയ്യും. പക്ഷേ വെറൈറ്റി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആ കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസം എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്ത് നോക്കാനായിട്ട് സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ഒരു എത്തിക്സ് ഉണ്ടായിരിക്കും അവർക്ക്, എല്ലാത്തിലും ഒരു സത്യസന്ധത ഉണ്ടായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ചിലർ സ്മാർട്ട് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓവർ സ്മാർട്ട് അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയുള്ളവർ, കണ്ണിങ് ആയിട്ടുള്ള അവരുടെ കാര്യമല്ലേ പറയണേ. സ്മാർട്ടായിട്ട് സത്യസന്ധമായിട്ട് പോകുന്ന വ്യക്തികൾക്ക് എപ്പോഴും വൈകുന്നേരം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ആരും ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല, ഞാൻ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ എല്ലാവരും അവതരിപ്പിക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും സത്യസന്ധമായിട്ടുള്ളവർക്ക് കുറേ കാര്യങ്ങൾ എതിരായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അത് ഈസി അല്ല, സത്യത്തിൻ്റെ വഴി കൂടെ പോകാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ എത്തിക്സ് ഫോളോ ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ലൈഫിൽ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടായിരിക്കും, ഞാൻ ആരും ചതിച്ചിട്ടില്ല എന്നുള്ളത്. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ വാല്യൂ ആയിട്ട് കാണുന്ന ഒരു കാര്യം. നമ്മൾ പലരെയും പറ്റിച്ചും ചതിച്ചും നേടുന്നതൊക്കെ ആ സമയത്ത് അങ്ങനത്തെ വ്യക്തികൾക്ക് ഭയങ്കര ഉയർച്ചയും ഭയങ്കര പണമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നാളെ അതെല്ലാം അവർക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നമ്മളൊരു എത്തിക്സും സത്യസന്ധതയും ഫോളോ ചെയ്യുക. അങ്ങനെയുള്ള വ്യക്തികളാണ് ഞാൻ സ്മാർട്ടായിട്ട് കണക്കാക്കുന്നതും അങ്ങനെയുള്ള പലരെയും കണ്ടിട്ടുള്ളതും. 14ാമത്തെ ടിപ്പ്, നമ്മളെപ്പോഴും ഒറിജിനൽ ആയിരിക്കുക, ആരുടെയും കോപ്പി ആയിട്ട് നമ്മൾ മാറരുത്. പലപ്പോഴും ഇപ്പോൾ പുതിയ ട്രെൻഡുകളും കാര്യങ്ങളും കാണുമ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതാണ് കറക്റ്റ് എന്ന് പലപ്പോഴും നമ്മളെ മീഡിയ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടേതായ ഓരോരുത്തർക്കും വ്യത്യസ്തമായി യുണീക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ദൈവം അതിനാണല്ലോ പലരെയും പല രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പലരെയും വ്യത്യസ്തമായിട്ട് വെച്ചിരിക്കുന്നത് അവരുടെ പല കഴിവുകൾ, അതുപോലെ രൂപത്തിലായാലും എല്ലാം വ്യത്യസ്തരാണ് നമ്മൾ. അപ്പോൾ ആ ഒരു യുണീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ കളയരുത്. എത്ര നാൾ കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു യുണീക്ക്നെസ് കളയാത്ത രീതിയിൽ നമ്മൾ ട്രെൻഡും കാര്യങ്ങളൊക്കെ ഇൻസ്പിറേഷൻ എടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് ആ ഒരു പോകുന്ന വഴിയിൽ. കാര്യങ്ങളാണ് എനിക്ക് ഒരു വ്യക്തിയിൽ, സ്മാർട്ടായിട്ടുള്ള വ്യക്തിയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ കണ്ടിട്ടുള്ള ക്വാളിറ്റീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തോളം കാര്യങ്ങളൊക്കെ ഇതിലല്ലാതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ചെണ്ണേ എൻ്റെ ട്രൈ ചെയ്ത് വർക്കൗട്ട് ആയിട്ടുള്ളൂ. കാരണം ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ. പക്ഷേ ഇതിലോരോന്നും ഞാൻ ട്രൈ ചെയ്ത് വർക്കൗട്ട് ആക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ജീവിതത്തിൽ മുന്നേറണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയിൽ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.